Hi friends, welcome to my channel Kumbanad FreakeNZ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോപ്പപ്പും സ്പ്രിങ്ങും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സമയം ഇത് ഒട്ടും പോയിട്ടില്ല. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ഓൺ ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ഓൺ ചെയ്തെങ്കിലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഫിഷിങ്ങിൽ താല്പര്യമുള്ളവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ സീലിംഗ് ഫാൻ യൂസ് ചെയ്യുന്ന പൈപ്പാണിത്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് ഈ സ്പ്രിങ് ഉണ്ടാക്കാൻ. ഇത് കറക്റ്റ് അളവാണ്. ഈ കമ്പി എന്ന് പറയുന്നത് നമ്മുടെ ബാർബഡ് വയറിന് യൂസ് ചെയ്യുന്ന, അതായത് മുള്ളുവേലിക്കൊക്കെ യൂസ് ചെയ്യുന്ന കമ്പിയാണ്. ഇതാകുമ്പോൾ കണ്ടിത് ഈ ഹോളുണ്ട്, ഇതിങ്ങനെ ഹോളിലിങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ പൈപ്പ് യൂസ് ചെയ്യുന്നത്. ഈ കമ്പി ഇരുമ്പ് കടയിൽ അവൈലബിൾ ആണ്. കിലോയ്ക്ക് 120 രൂപയാണ് വില. നമുക്ക് 1/4 കിലോയുടെ ആവശ്യമേ ഉള്ളൂ. ഒരു സ്പ്രിങ് ഉണ്ടാക്കുന്നതിന് നമുക്ക് 2-2.5 അടി നീളത്തിലുള്ള ഒരു കമ്പി മതി. അപ്പോൾ ഇത് ഏകദേശം സ്പ്രിങ്ങിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ഇത് 2 അറ്റവും വളച്ച് ഒരു ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പ്രിങ് ഏകദേശം നല്ലൊരു ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സെൻറ്റർ റോഡ് ഉണ്ടാക്കാം. അതായത് സ്പ്രിങ്ങിൻ്റെ നടുക്കൂടെ ഒരു സെൻറ്റർ റോഡ് പോകുന്നുണ്ട്. ഈ സെൻറ്റർ റോഡ് നൂലിനെയും സ്പ്രിങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അങ്ങനെ നമ്മുടെ സെൻറ്റർ റോഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഇത് നമ്മുടെ ലെഡ് വെയിറ്റ് ആണ്. ഇത് പോപ്പപ്പിൽ ഒരു വെയിറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് വാഷർ, ലോക്കും പോപ്പപ്പും ഇടയിലിടുന്ന ഒരു വാഷറാണ്. ഇതെല്ലാം ഫിഷിംഗ് ടൂൾസ് കടയിൽ അവൈലബിൾ ആണ്. അടുത്ത ഇത് റിങ്. ഇത് ചൂണ്ടയും പോപ്പപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിങ്ങാണ്. ഈ റിങ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ലോലിപ്പപ്പിൻ്റെ സ്ട്രോ ആണിത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഈ റിങ്ങായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ലോക്ക്. പോപ്പപ്പിൻ്റെ അറ്റത്തുള്ളൊരു ലോക്കാണിത്. ഇതെൻ്റെ ഇങ്ങനെയാണ്. അതൊരു ഷീറ്റായിട്ടാണ് വരുന്നത്. എൻ്റെ അതിലൊരു പീസ് മതി നമുക്ക്. കടയിലത് ഇങ്ങനെ ഷീറ്റ് പോലാണ് മേടിക്കാൻ കിട്ടുന്നത്. പോപ്പപ്പിനുള്ളിലൂടെയും വാഷറിനുള്ളിലൂടെയും നൂല് എളുപ്പത്തിൽ കോർക്കാനായിട്ട് നമുക്കിങ്ങനെ ഒരു സൂചിയുടെ ആവശ്യമുണ്ട്. ഈ നൂലാണ് നമ്മൾ പോപ്പപ്പ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നൂലും സ്പ്രിങ്ങും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടറാണ്. ഇത് പോപ്പപ്പ് കെട്ടാനുള്ള ഹുക്കാണ്. ഇനി നമുക്ക് പോപ്പപ്പ് കെട്ടാം.
ഇവിടെ ഞാൻ പോപ്പപ്പിന് വെളിയിൽ നൂല് കാണത്തക്ക വിധമുള്ളൊരു മെത്തേഡിലാണ് കെട്ടുന്നത്. ഇതല്ലാതെ നൂല് വെളിയിൽ കാണാത്ത രീതിയിൽ ബോട്ടത്തിലൊരു കെട്ടിട്ട് അങ്ങനെ ഒരു മെത്തേഡുണ്ട്. അങ്ങനെ വേണ്ടവർ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മൾ ഹുക്കും പോപ്പപ്പും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ പോപ്പപ്പിൻ്റെ ഇതിലേക്ക് ലെഡ് വെയ്റ്റാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. ലെഡ് വെയ്റ്റ് 2 രീതി വരുന്നുണ്ട്. ഈ രീതിയുണ്ട്, അല്ലാതെ ഇങ്ങനെ സ്പ്രിങ് മോഡലുണ്ട്. ഇത് വാങ്ങുന്നവർ കെട്ടിടേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് മുറുക്കി വെച്ചാൽ മതി, ഒന്ന് പിരിച്ച്. ഈ ലെഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നിലും ബാക്കിലുമായിട്ട് ഓരോ കെട്ടിട്ട് വേണം ഇത് അറ്റാച്ച് ചെയ്യാൻ.
അങ്ങനെ നമ്മൾ പോപ്പപ്പ് കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ എക്സ്ട്രാ വന്ന നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് നേരത്തെ ഡ്രൈ ആകാൻ വെച്ചിരുന്ന സെൻറ്റർ റോഡും സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ അത് തമ്മിൽ അറ്റാച്ചായി. ഇനി അടുത്തായിട്ട് നമ്മുടെ നൂലും സ്പ്രിങ്ങും കൂടെ കണക്ട് ചെയ്യുന്ന കണക്ടർ അറ്റാച്ച് ചെയ്യാം. ലൂർ കണക്ടറും സ്പ്രിങ്ങും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്പ്രിങ്ങും പോപ്പപ്പും കൂടെ ഫുൾ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പോപ്പപ്പ് സ്പ്രിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഐറ്റം ഫ്രിഡ്ജ് ബോക്സിന് ബാക്കിലുള്ള ഫോമാണ്. ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോപ്പപ്പിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ